ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ താറാവ് റോസ്റ്റാണ്. ഈ ക്രിസ്ത്യൻ വീടുകളിലെല്ലാം വിശേഷ അവസരങ്ങളിലൊക്കെ ഈ താറാവ് റോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ താറാവ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ താറാവിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി വെച്ച ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഇറച്ചി നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു 10, 12, 15 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ചതച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കുറച്ച് അധികം വേണം. ഞാനിവിടെ ഒരു 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയത്, 4 തണ്ട് കറിവേപ്പില. ഇനി പൊടികളായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ചൊർക്ക അഥവാ വിനാഗിരിയാണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഈ താറാവിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ചൊർക്കയും ചേർക്കണം കേട്ടോ. 1 ടീസ്പൂൺ ചൊർക്കയും ചേർത്ത് നല്ലപോലെ തിരുമിയ ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ തിരുമി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ സ്ലോ കുക്കിങ്ങാണ് ചെയ്യുന്നത്, കുക്കറിലല്ല ചെയ്യുന്നത്. ഇത് കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ആക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിക്കുക. ഇതിപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇറച്ചി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇതിൻ്റെ ഒരു ചാറൊന്ന് വറ്റി കിട്ടട്ടെ. ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. മുക്കാൽ വേവല്ല, നന്നായിട്ട് തന്നെ വെന്തോട്ടെ. നമുക്കിനി ഈ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ബാക്കിയുള്ള നെയ്യ് നമുക്ക് അതുപോലെ തന്നെ വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഈ താറാവിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് എടുത്ത് വെച്ച് വറുത്തെടുക്കണം. 2 സൈഡൊന്നും മൊരിയിച്ചെടുക്കണം. ഒരുപാട് ഡാർക്കായിട്ട് മൊരിയിക്കേണ്ട. ഒരു സൈഡ് ആയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മൊരിയിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്നെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ ഇപ്പോൾ 2 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. സെക്കൻഡ് ട്രിപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ടി വരില്ല കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്, നമുക്കതും മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്തുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ നെയ്യിലേക്ക് വെളിച്ചെണ്ണ മിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് വന്നിരിക്കുന്നത്. അത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇനി തേങ്ങക്കൊത്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വഴന്നു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ബ്രൗൺ ഷെയ്ഡ് തന്നെ മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം. ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറിയ തീയിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, കുരുമുളക് പൊടിയല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെറിയ പാത്രം ആയതുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് ഈ മസാല മാറ്റാൻ പോവാണ്. നമ്മൾ ആദ്യം ഇറച്ചി വേവിച്ച നെയ്യിലേക്ക് നമുക്കിത് ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇറച്ചി വേവിച്ച പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്നുകൂടെ ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് ഈ നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, താറാവ് കഷ്ണങ്ങൾ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല ഇതിലേക്ക് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ താറാവും എല്ലാം വെന്തതാണ്, മസാലയും നല്ലപോലെ മൊരിഞ്ഞിരിക്കുന്നതാണ്. ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ചെറിയ തീയിലിട്ട് കോട്ട് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രേവിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചത് ചേർക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം ചെറിയ തീയിൽ തന്നെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ താറാവ് റോസ്റ്റ് അതോ താറാവ് വരട്ടിയത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് പാലപ്പത്തിൻ്റെ കൂടെയും സാധാരണ റൊട്ടിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ തന്നെ നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.